പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷം നാം പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആവേശവും പ്രതീക്ഷകളും നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? ആ അനുഗ്രഹത്തെ നിങ്ങൾക്ക് കാണണമെങ്കിൽ വർഷം മുഴുവനും നടത്തിക്കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറയണം, അല്ലേ? വചനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കൊരിന്ത്യർ 9:15 പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തൻ മനോഹരമായി പറഞ്ഞിരിക്കുന്നു, കർത്താവ് എനിക്ക് തന്ന പറഞ്ഞു തീരാത്ത ദാനങ്ങൾ, ഗിഫ്റ്റ്, വരങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ, കൃപകൾ എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കുന്ന, മനസ്സുകൊണ്ട് സ്തുതിക്കുന്ന ഒരു കാര്യം പറയുന്നു. നാമും കർത്താവിനെ സ്തുതിക്കേണ്ടതല്ലേ? ഈ ദിവസങ്ങൾ സ്തുതിക്കുവാനായി കൂടുതൽ സമയം ചിലവാക്കണം. ഈ വർഷം മുഴുവനും ദൈവം നടത്തിക്കൊണ്ടുവന്ന പാതയെ തിരിഞ്ഞു നോക്കൂ. നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ തന്നിരുന്നു എങ്കിൽ നാം ഇല്ലാതായിട്ടുണ്ടാകും, അല്ലേ? ദൈവം ക്ഷമിച്ച് കരുണയോടെ നമ്മെ കാത്തു സൂക്ഷിച്ച് നടത്തിയിരിക്കുന്നു. എത്രയോ ആപത്തുകൾ വന്നു, പക്ഷെ ആ ആപത്തുകളെല്ലാം നീക്കി സംരക്ഷിച്ചു. രോഗം ബാധിച്ചു, പ്രാർത്ഥിച്ച ഉടനെ ദൈവം സുഖം നൽകി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ദൈവം നമ്മെ ഉടുപ്പിച്ചു, പോഷിപ്പിച്ചു. കഴിഞ്ഞ വർഷം എത്ര ആപത്തുകളും വിപത്തുകളും, പ്രകൃതിയിലെ നാശങ്ങൾ, പിന്നെ സൈക്ലോൺ, ഇവ മുഖേന ലോകമെങ്ങും ബാധിക്കപ്പെട്ട അനേകം ജനങ്ങൾ മരണപ്പെടുകയുണ്ടായി. എന്നാൽ ദൈവം നിങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നു, ഇതുവരെ താങ്ങി നടത്തിയിരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, നാം ജീവനോടിരിക്കുന്നത് നമ്മുടെ ഭക്തിയും നമ്മുടെ വിശുദ്ധിയുമല്ല, ദൈവകൃപയാണ്. പറഞ്ഞറിയിക്കാനാകാത്ത ആ ദാനങ്ങൾക്ക് അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് അവൻ ചെയ്ത നന്മകൾ ഓർത്തോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. നാം നന്ദിയുള്ള ഹൃദയത്തോടെ ഇരുന്നാൽ ദൈവത്തിന് സന്തോഷത്തോടെ നമ്മെ അനുഗ്രഹിക്കാനാകും. പുതുവത്സരത്തിൽ നമുക്ക് പുതിയ നന്മകളും ആശീർവാദങ്ങളും ഉണ്ടാകണമെങ്കിൽ ഈ വർഷം ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയൂ. നന്ദിയോടെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടേയിരുന്നാൽ ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹത്തോടെ കടന്നുവരും. അതുകൊണ്ട് ഇന്ന് പറയുമോ, ദൈവമേ, ഈ വർഷം മുഴുവനും എന്നെ സംരക്ഷിച്ചതിനായി സ്തോത്രം. എന്റെ അനുസരണക്കേട് ക്ഷമിച്ചതിനായി സ്തോത്രം. എനിക്ക് സുഖം തന്നതിനായി സ്തോത്രം. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിനായി സ്തോത്രം. എനിക്ക് കഴിക്കാൻ ആഹാരം തന്നു, ഉടുക്കാൻ വസ്ത്രം തന്നു, വസിക്കാൻ സ്ഥലം തന്നു. ദൈവമേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മീയ അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു, നല്ല നല്ല ദാനങ്ങൾ തന്നിരിക്കുന്നു. അനുഗ്രഹങ്ങൾക്കായി കോടാനുകോടി സ്തോത്രം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം. പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. എന്നെ കാത്തു സൂക്ഷിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെ, സ്തോത്രമെന്ന് അങ്ങയെ സ്തുതിക്കുന്നു. പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സ്തോത്രബലികൾ സമർപ്പിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.